ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സാധനം കുക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. സോ നമ്മുടെ കോൾമി ശസാം ബ്രോൻ്റെയും കോൾമി ഫ്ലാഷ് ബ്രോൻ്റെയും ഉമ്മ നമ്മുടെ കാർത്തിക് സൂര്യയുടെ വ്ളോഗിൽ ഉണ്ടാക്കി കാണിച്ച നമ്മുടെ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ ഉമ്മ പറഞ്ഞ എല്ലാ പൊടികളും നമ്മുടെ അടുത്തില്ല, നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. സോ കുറച്ച് ഒരു 6 ഡ്രം സ്റ്റിക്ക് കാലുകൾ നമ്മുടെ അടുത്തുണ്ട്. സോ എല്ലാവർക്കും കാല് കിട്ടാൻ വേണ്ടി നമ്മൾ കാല് മൊത്തം സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എന്തായാലും കാല് വെച്ചിട്ടുള്ള പരിപാടി കാണിച്ചത്. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് എന്ന് വെച്ചാൽ ചിക്കൻ്റെ കാൽ. സോ 3 ചിക്കൻ്റെ കാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ പെരിഞ്ജീരകം വേണം, കുറച്ച് പൊടികൾ വേണം നമുക്ക് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഗൈസ് നമ്മൾ ആദ്യം കാലിൽ വരയുകയാണ് ഗൈസ്. പിന്നെ ഇത് നമ്മുടെ പൊടികളൊക്കെ ഇവിടെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗരം മസാല ഉണ്ട്, ചില്ലി പൗഡർ ഉണ്ട്, പിന്നെന്താ മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, മാറിപ്പോയി ഗൈസ് പറഞ്ഞത്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, പെരിഞ്ജീരകം, ഉപ്പുണ്ട്, പിന്നെ ചെറുനാരങ്ങയും കൂടി വേണം ഗൈസ്. അതെ, ഞാൻ ഫീൽഡ് ഔട്ടായി പോയി ഗൈസ്, ഫീൽഡ് ഔട്ടായി പോയി. അതുകൊണ്ട് മമ്മീനെ കൊണ്ടാണ് എല്ലാം ചെയ്യിപ്പിക്കണമെന്ന്. ഫീൽഡ് ഔട്ടായിട്ട് കംബാക്ക് നടത്തണം ഗൈസ്. കുക്കിങ്ങിൻ്റെ സമയം എടുക്കും. സോ ഇതിപ്പോൾ അതിൽ സസാമിൻ്റെ ഉമ്മയും പറയുന്നത് കൈ കണക്ക് വെച്ചാണ് ഇടണത്, കണക്കൊന്നും പറഞ്ഞില്ല ഗൈസ്. അതിനെ ഞാൻ മമ്മീനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. കാരണം ഞാൻ ഫീൽഡ് ഔട്ട് ആയാലും ചിലപ്പോൾ ഞാൻ ചെയ്ത് അതിനെ ഇവരൊക്കെ കഴിച്ച് കഴിയുമ്പോൾ സൂപ്പറാവും. അതുകൊണ്ട് മമ്മി തന്നെ ചെയ്യട്ടെ. മമ്മി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. ഒഴുകി. സോ ഗൈസ് നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ ഇട്ടു. അരിപ്പൊടി ഇട്ടു, പിന്നെ ചെറുനാരങ്ങ ഒഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മമ്മി എക്സ്പേർട്ട് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്തു. മമ്മി ആ ചെറുനാരങ്ങയുടെ നീര് വെച്ച് മിക്സ് ചെയ്തു. വെളിച്ചെണ്ണയ്ക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. സോ ഇനി മിക്സ് ചെയ്തിട്ട് വന്നു. സോ ഗൈസ് സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഗൈസ്. ഇടേ ഗൈസ്, നമ്മൾ ആദ്യം കുറച്ച് കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഇനി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോ നമ്മുടെ കറിവേപ്പില കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. ഫ്രൈ ആകുന്നു. സോ എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഗൈസ്, 6 പീസും. ഗൈസ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ഫസ്റ്റ് സെറ്റ് നമ്മൾ എടുക്കുകയാണ് ഗൈസ്. കാണാൻ നല്ല അടിപൊളിയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്, കണ്ടോ, ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ട്. സോ ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. വെക്കി. സോ ഗൈസ് നമ്മൾ ഡൊമിനോസിൻ്റെ ടിഷ്യൂ പേപ്പറിലാണ് വെക്കണത് ഗൈസ്. സോ ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയും കൂടി ആക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. സോ ഗൈസ് നമ്മുടെ അജാക്സ് പറോ ചിക്കൻ്റെ ഇനീഷ്യൽ റിവ്യൂ പറയുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് മുട്ട ബിരിയാണിയാണ് ഗൈസ്, എഗ് ബിരിയാണിയാണ്. സോ ചിക്കൻ കഴിച്ചിട്ടുള്ള റിവ്യൂ കമ്മിങ്. അടിപൊളിയുണ്ട്. ക്രിസ്പിയാണോ? ക്രിസ്പി അത്രയ്ക്കല്ല, എന്നാലും ക്രിസ്പി ആൻഡ് ജ്യൂസി. ജ്യൂസിയാണ് ആണല്ലേ. ഓക്കെ, സെറ്റാണ് ഗൈസ്. സോ ഇനി എനിക്കുള്ള ബിരിയാണി വന്നു. ഇനി നമുക്ക് അടുത്ത പീസും കൂടി കഴിക്കാം. നമുക്ക് കഴിച്ചു നോക്കാം ഗൈസ്. ഇങ്ങനെ പൊള്ളിയും ഉള്ളിലും പുകയുന്നു ഗൈസ്. കൊള്ളാം ഗൈസ്. പുറത്ത് കുറച്ച് ക്രിസ്പി, ഉള്ളിൽ പക്ക ജ്യൂസി, മസാല കൊള്ളാം ഗൈസ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ കുറച്ചിട്ടിട്ടും അടിപൊളിയാണ്. സോ അതും കൂടി എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ടീ സാധനമായിരിക്കും ഗൈസ്. സോ കാർത്തിക് സൂര്യ വെറുതെ അല്ല പറഞ്ഞ ഗൈസ്, അടിപൊളി സംഭവമാണ്. സോ ഇനി ബാക്കി കഴിക്കട്ടെ ഗൈസ്. സോ ഗൈസ് നമ്മളങ്ങനെ കഴിച്ചു കഴിഞ്ഞു. സോ സംഭവം ഒരു രക്ഷയില്ല, നൈസ് ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ. ശസാം ബ്രോൻ്റെയും സനീബ് ഇക്കയുടെയും ഉമ്മയുടെ സ്പെഷ്യൽ സാധനമാണ്. സോ നമ്മൾ കാർത്തിക് സൂര്യ വ്ളോഗ്സിൽ കണ്ടു. കാർത്തിക് ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡിഷായിരുന്നു. സോ സംഭവം അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചായാലും സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ കുറച്ചൊരു ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ അത് ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ കിച്ചണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്തിട്ട് എന്തായാലും നമ്മുടെ മറ്റ് ചാനലിൽ, നമ്മുടെ കുക്കിംഗ് ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും.
സോ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് ചെറുതായിട്ട് ഞങ്ങൾ കാണിച്ചത് വെച്ച് വേണമെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നേ. അല്ലെങ്കിൽ കാർത്തിക് ചേട്ടൻ്റെ വ്ളോഗ് എടുത്ത് നോക്കിയാൽ അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംഭവം പറയുന്നുണ്ട്. സോ കീപ് വെയിറ്റിംഗ് ഫോർ ദി വീഡിയോ ആൻഡ് ദി അതർ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുക. സോ നിങ്ങളുടെ സൺഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗ് ആയിരുന്നു. എല്ലാവർക്കും